ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുത്തുന്നത് ഈ കാണുന്ന ഒരു 15ഓളം വരുന്ന വില്ലകളാണ്. ഈ വില്ലകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ എറണാകുളം ജില്ലയിലെ കാക്കനാട് പുക്കാട്ടുപടിക്ക് അടുത്തായിട്ടാണ്. അപ്പം ഇവിടെ നിന്ന് നമുക്ക് ഏകദേശം ഇൻഫോ പാർക്കിലേക്ക് ഒരു 12.5 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് മെയിൻ റോഡിലേക്ക് നമുക്ക് 1 കിലോമീറ്ററിൽ താഴെ ഏകദേശം ഒരു 800 മീറ്റർ അത്രയൊക്കെയാണ് നമുക്ക് ബസ് റൂട്ടിലേക്കുള്ള ദൂരം വരുന്നത്. ഇതൊരു വില്ല പ്രൊജക്റ്റാണ്. ഇതിനകത്തേക്ക് 15ഓളം വില്ലകളാണ് ടോട്ടലായിട്ട് വരുന്നത്. മെയിൻ റോഡിൻ്റെ ആ ഒരു കണ്ടിന്യൂഷൻ കഴിഞ്ഞാൽ പിന്നെ ടാറിട്ട റോഡ് സ്റ്റോപ്പ് ചെയ്യുന്നിടത്ത് നിന്ന് നമ്മളുടെ ഈ ഒരു 15 വില്ലകളിലേക്കുള്ള ഈ ഒരു റോഡാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് വന്നിട്ടാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ടൈലിട്ടിട്ട് ഇൻ്റർലോക്കിംഗ് ടൈലിട്ടിട്ട് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നല്ല ഭംഗിയുള്ള എലവേഷനോട് കൂടി ചെയ്തിരിക്കുന്ന 15 വില്ലകളാണ് ഇതിനകത്തുള്ളത്. ഇതിനകത്ത് മെജോറിറ്റി വില്ലകളും സെയിലായതാണ്. ഒരു 4 വില്ലകളും കൂടിയാണ് സെയിലിനായിട്ട് ഇനി ഇട്ടിരിക്കുന്നത്. അതും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള വില്ലകളാണ് ഇവിടെ ഇനി സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വില്ല, അതുകൂടാതെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് വേറൊരു വില്ല കിടക്കുന്നുണ്ട്. അത് നമുക്ക് സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നതാണ്. അതുകൂടാതെ ഈ ഒരു റോഡിൻ്റെ ഈ ഒരു നമ്മളുടെ ഇൻ്റർലോക്കിംഗ് ടൈലുകൾ വിരിച്ചിരിക്കുന്ന ഈ ഒരു റോഡിൻ്റെ എൻഡിൽ വരുന്ന വേറെ 2 വീടുകൾ കൂടെ നമുക്ക് ഇവിടെ നിൽക്കുന്ന സമയത്ത് ലാസ്റ്റ് സ്ട്രെയിറ്റ് എൻഡിൽ നിങ്ങൾക്ക് 2 വീടുകൾ കാണാം. ആ വീടുകൾ നമുക്ക് ഇതുപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സെയിലിട്ടിരിക്കുന്ന വീടുകളാണ്. ഈ വീടുകളുടെ ലാൻഡും സൗകര്യങ്ങളും ഒക്കെ അറിഞ്ഞു കഴിയുമ്പോഴാണ് ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒന്ന് കാണണമെന്നുള്ളൊരു ആഗ്രഹം തോന്നാനായിട്ട് പോസിബിലിറ്റി കൂടുതൽ. ഇപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കാം. വീടിൻ്റെ എലിവേഷൻ നിങ്ങൾ കണ്ടു. അത്യാവശ്യം നല്ല ഭംഗിയായിട്ടുള്ള എലിവേഷനാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ടെക്സ്റ്റർ വർക്കുകൾ വരുന്നുണ്ട്, ക്ലാഡിംഗ് സ്റ്റോൺസിൻ്റെ വർക്കുകൾ വരുന്നുണ്ട്, ഭംഗിയുള്ള പെയിൻറ്റിങ്സ് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും കൂടാതെ തന്നെ ഭംഗിയായിട്ടുള്ള ചെറിയ ചെറിയ LED ലൈറ്റുകളൊക്കെ ഇട്ടിട്ടാണ് വീടിൻ്റെ എലിവേഷൻ അവർ നല്ല ഭംഗിയാക്കിയിട്ട് ചെയ്തിരിക്കുന്നത്. മതിലാണെങ്കിൽ അത്യാവശ്യം നല്ല ഡിസൈനായിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഗേറ്റ് വന്നിട്ടാണെന്നുണ്ടെങ്കിൽ GS സ്ക്വയർ ട്യൂബിൽ ലേസർ കട്ട് ഡിസൈനിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സൈഡ് വന്നിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലാണ് ഗേറ്റ് ചെയ്തിരിക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡ് വന്നിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സൈഡ് വന്നിട്ട് ഓപ്പൺ ചെയ്ത് വയ്ക്കാവുന്ന രീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. വീടിനകത്തേക്ക് കടക്കുന്ന സമയത്ത് ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ കാർ പോർച്ചിലേക്കാണ്. ഒരു വലിയ കാർ പോർച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മെയിൻ കാർ പോർച്ചിൽ ഒരു വലിയ കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഒരു ചെറിയ കാറിന് ആ ഒരു സൈഡിലും പാർക്കിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെയിൻ കവേർഡായ കാർ പോർച്ചിൽ ഒരു വലിയ കാറിനും ആ സൈഡിൽ കാണുന്ന ഓപ്പൺ സ്പേസിൽ ഒരു ചെറിയ കാറിനും കൂടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സറൗണ്ടിങ് ഏരിയാസൊക്കെ വന്നിട്ട് നല്ല ഭംഗിയായിട്ട് സ്റ്റോൺസ് വിരിച്ച് അവിടെ ഗ്രാസ് ഒക്കെ ചെയ്തിട്ടാണ് അവർ ഈ ഒരു ഏരിയ ഭംഗിയാക്കിയിരിക്കുന്നത്. പോർച്ചിൽ വന്നിട്ടാണെങ്കിലും ഇലക്ട്രിക് വെഹിക്കിളുകളൊക്കെ പാർക്ക് ചെയ്യാനുള്ളൊരു ചാർജിങ് പോയിൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മെയിൻ ഈ ഒരു പില്ലർ വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു ടെക്സ്ചർ വർക്കായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വീട്ടിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു അവിടെ ഒരു ചെറിയ കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അതിൻ്റെ ആ ഒരു കോർണറിൽ വന്നിട്ട് ഒരു സെപ്പറേറ്റ് കുറച്ച് ഏരിയ അവരിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കെട്ടിയിട്ട് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലൂടെ വീടിൻ്റെ ബാക്കിലേക്ക് പോകാനുള്ള ആ ഒരു എൻട്രി വന്നിട്ട് അത്യാവശ്യം നല്ല സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് പോകുന്ന വഴി വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. ആ വഴി എൻഡിൽ നിങ്ങൾക്ക് ഇവിടുത്തെ കിണർ കാണാവുന്നതാണ്. അപ്പം ഈ വീട്ടിലേക്കുള്ള വെള്ളത്തിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് വെൽ വാട്ടർ ഉണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് KWയുടെ വാട്ടറും കൂടി ഇവിടെ അവൈലബിൾ ആണ്. 2 തരത്തിലുള്ള വാട്ടർ നമുക്ക് ഇവിടെ ഉണ്ട്. വെൽ വാട്ടർ ആൻഡ് KW വാട്ടർ ഫെസിലിറ്റിയാണ് ഈ ഒരു വില്ലയിലേക്ക് ഉള്ളത്. വില്ലയുടെ റൈറ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ആ സൈഡിലും നല്ല സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ബാക്കിലേക്ക് പോകുന്ന സമയത്ത് ഒരു പോർഷൻ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്.
നമുക്ക് വീടിൻ്റെ ബാക്ക് സൈഡിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ആളുകൾക്ക് കടന്നു പോകാൻ നല്ല രീതിയിൽ തന്നെ സ്പേസ് കൊടുത്തിട്ടാണ് ഈ ഒരു വീട് നമ്മൾ കാണിക്കുന്നത്. കാരണം നമ്മളെപ്പോഴും മാർബിൾ ഹോംസിലൂടെ കാണിക്കുന്ന സമയത്ത് ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് മാത്രം വീഡിയോ എടുത്തു, വീടിൻ്റെ ബാക്ക് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് യാതൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മളെപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ഭംഗി മാത്രമല്ല, ബാക്കിലും കൂടെ എങ്ങനെയാണ് സ്പേസ് ഉണ്ടോ എന്നൊക്കെ ഉള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിലാണ്. ഒരു ചെറിയ സിറ്റ് ഔട്ടായിട്ടാണ് വീടിന് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ വന്നിട്ടാണെങ്കിൽ ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. വീടിൻ്റെ മെയിൻ ഡോറ് ഈ കാണുന്നതാണ്. അത്യാവശ്യം നല്ല ഡിസൈനൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഡോറ് തന്നെയാണ് വീടിന് മെയിൻ ഡോറായിട്ട് അവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ വിശാലമായ ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. ഇവിടുത്തെ ഈ ഒരു ലിവിങ് സ്പേസ് നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം അത്ര വലിയൊരു സ്പേസാണ് ഇവർ ലിവിങ്ങിനായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് എത്ര പേര് വേണമെങ്കിലും ഏകദേശം ഒരു 10 to 15 ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസാണ് ഗസ്റ്റ് ലിവിങ് ഏരിയയിൽ അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നോർമലി നമ്മൾ കാണുന്ന വീടുകളിൽ നമ്മൾക്കറിയാം നമ്മളുടെ ഒരു TV യൂണിറ്റിൻ്റെ അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇത് നമ്മുടെ വിഷൻ എന്തുകൊണ്ടും സ്യൂട്ട് ആവുന്ന രീതിയിൽ നമുക്കൊരു ഇവിടെ ചെയേഴ്സ് ആണെങ്കിലും കോർണർ സോഫ സാധനങ്ങളൊക്കെ ഇടുമ്പോൾ നമ്മുടെ വിഷനെ മാച്ച് ചെയ്യുന്ന രീതിയിൽ നല്ല ഡിസ്റ്റൻസ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് അത്രയ്ക്ക് വലിയ ഒരു ഗസ്റ്റ് ലിവിങ് സ്പേസ് ആണ് ഈ ഒരു വീടിന് അവർ കൊടുത്തിരിക്കുന്നത്. നേരെ വരുമ്പോൾ നമ്മൾ കാണുന്നത് ഇവിടുത്തെ TV യൂണിറ്റ് ആണ്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ആഷ് കളറും വൈറ്റോടും കൂടിയൊരു വാൾപേപ്പറൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ TV യൂണിറ്റ് ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിട്ടുള്ള വുഡിൻ്റെ വർക്കുകളൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ഫിറ്റിങ്സിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് ഫുള്ള് നല്ല ഭംഗിയായിട്ടുള്ള ലൈറ്റ് ഫിറ്റിങ്സൊക്കെ അവർ ആവശ്യത്തിന് റൂഫിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഫോൾ സീലിംഗ് വർക്കാണെങ്കിലും നല്ല അട്രാക്റ്റീവായ രീതിയിൽ തന്നെയാണ് റൂഫിൽ അവർ കൊടുത്തിരിക്കുന്നത്. എയർ സർക്കുലേഷൻ വിൻഡോസ് വരുന്നത് ഈ രണ്ട് ഭാഗത്ത് ഓരോ സൈഡിലും 3 നമ്പേഴ്സ് ഈച്ച് വെച്ചിട്ടാണ് ഇവിടുത്തെ വിൻഡോസ് അവർ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഫ്ലോർ വന്നിട്ടാണെങ്കിൽ അത്യാവശ്യം ഒരു ഓഫ് വൈറ്റ് കളറിൽ നല്ല ഭംഗിയുള്ള ഡിസൈനോട് കൂടിയ ഒരു ഫ്ലോറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മളുടെ ഗസ്റ്റ് ലിവിങ് നമ്മളുടെ ഡൈനിങ് സ്പേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡൈനിങ് സ്പേസിലേക്കുള്ള ആ ഒരു എൻട്രൻസ് ഒക്കെ നല്ല വലിയ ഒരു ഏരിയ ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്നും ഈ ഒരു ഡൈനിങ് സ്പേസിലേക്ക് കടക്കാനുള്ള എൻട്രി കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഒരു വുഡൻ പാനലിംഗ് ഇട്ടിട്ട് അവരൊരു എൻട്രി പോലെയാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ വർക്കുകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൂടാതെ ഇവിടെ നിന്ന് നമുക്കൊരു ബെഡ്റൂമിലേക്കുള്ള എൻട്രി കൂടി ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. നമ്മൾ ഗസ്റ്റ് ലിവിങ് സ്പേസിൽ നിന്നും ഇങ്ങോട്ട് വരുന്ന സമയത്ത് താഴത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെയാണ്. ഡോറിൻ്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ വരുന്ന സമയത്ത് നല്ല സ്പേഷ്യസ് ആയൊരു ബെഡ്റൂമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് 2 സൈഡിലായിട്ടാണ് ഇവിടെ 3 വിൻഡോസ് വെച്ചിട്ട് കൊടുത്തിരിക്കുന്നത്. ഹാഫ് ഒരു വുഡിലും ഹാഫ് ഗ്ലാസ്സിലുമായിട്ടാണ് ഈ ഒരു ഭാഗത്തുള്ള വിൻഡോ കൊടുത്തിരിക്കുന്നത്. മുകളിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് പിങ്ക് ഓണിയൻ പിങ്ക് ഷെയ്ഡിലുള്ള കുറച്ച് പെയിൻറ്റിങ് കൊടുത്തിട്ട് അതിനിടയിലൊക്കെ നല്ല ഭംഗിയുള്ള LED സ്ട്രിപ്പൊക്കെ ഇട്ടിട്ടാണ് റൂഫിലുള്ള വർക്കുകൾ അവർ വളരെ ബ്യൂട്ടി ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഒരു വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്ത് ഒരു വൈറ്റ് ആൻഡ് വുഡ് കളറിലുള്ള ഫിനിഷോട് കൂടിയ ഒരു വാർഡ്രോബായിട്ടാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു വൈറ്റ് കളറും അതുപോലെ തന്നെ ഫ്ലോറിൽ വന്നിട്ട് ഒരു ലൈറ്റ് ഒരു ബ്രൗണിഷ് ഷെയ്ഡും വരുന്ന ഒരു ടൈലാണ്. ഇവിടുത്തെ ടൈലിൻ്റെ കളർ കോമ്പിനേഷൻ വരുന്നത് ഇങ്ങനെയാണ്. ബാത്റൂം ഫിറ്റിങ്സ് വരുന്നത് സെറയുടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ താഴത്തെ നമ്മൾ ആദ്യത്തെ ഒരു ബെഡ്റൂം അങ്ങനെ കണ്ടു കഴിഞ്ഞു. പിന്നീട് നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടെ ഡൈനിങ്ങിനുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഒരു 7 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഡൈനിങ് ഹാളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് 3 വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. മുകളിലേക്ക് പോകാനുള്ള ആ ഒരു സ്റ്റെപ്പിൻ്റെ താഴെ വരുന്ന പോർഷൻ നോർമലി ആസ് യൂഷ്വൽ എല്ലാ വീടുകളുടെയും പോലെ തന്നെ അവർ കബോർഡുകളായിട്ട് തിരിച്ചിട്ട് ഡോറ് വെച്ചിട്ടാണത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡൈനിങ് ഹാളിൻ്റെ മുകൾ ഭാഗത്ത് നോക്കുവാണെങ്കിലും അത്യാവശ്യത്തിനുള്ള വർക്കുകളൊക്കെ കൊടുത്തിട്ട് ആവശ്യത്തിന് മാത്രമുള്ള LED സ്ട്രിപ്സ് ഒക്കെ ഇട്ടിട്ട് വളരെ ഭംഗിയായിട്ടാണ് റൂഫ് അവർ ചെയ്തിരിക്കുന്നത്.
ഇവിടെ നിന്നിട്ടാണ് നമ്മളുടെ ഓപ്പൺ കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓപ്പൺ കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ കംപ്ലീറ്റ് ആയിട്ട് വുഡിൻ്റെ നല്ല മനോഹരമായ വർക്കുകൾ കൊടുത്തിട്ടാണ്. അതിൻ്റെ ഈ താഴെ വരുന്ന ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെയുള്ള വർക്കുകളാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതിനകത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും LED സ്ട്രിപ്പുകളൊക്കെ ഇട്ട് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ക്രോക്കറി ഷെൽഫിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള 2 ഗ്ലാസ് ഡോറുകളായിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഡൈനിങ് സ്പേസിൽ നമുക്കിനി കാണേണ്ടത് ഇവിടുത്തെ വാഷിംഗ് കൗണ്ടറാണ്. ഈ ഒരു ഓപ്പോസിറ്റ് ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാഷിംഗ് കൗണ്ടർ വരുന്നത്. സെപ്പറേറ്റ് ആയിട്ട് വുഡ് കൊണ്ട് തന്നെ അതിനൊരു സ്പേസ് കൊടുത്തിട്ട് അതിനകത്താണ് സെറയുടെ ആ ഒരു ഭംഗിയുള്ള വാഷ് ബേസിൻ അവർ വെച്ചിരിക്കുന്നത്. അതിൻ്റെ സറൗണ്ടിങ് ഏരിയാസൊക്കെ നല്ല രീതിയിൽ തന്നെ ആഷ് കളറിലുള്ളൊരു വാൾപേപ്പറാണ് കൊടുത്തിരിക്കുന്നത്. താഴെയുള്ള സ്പേസ് വന്നിട്ടാണെങ്കിലും അവർ ചെറിയ കബോർഡുകളായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഡൈനിങ് ഹാളിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ഡോറ് കാണാം. ഇവിടുത്തെ ഈ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള 2ാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ വരുന്ന സമയത്ത് വളരെ വലിയൊരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഈ റൂംസിലൊക്കെ ധാരാളം വിൻഡോസാണ് ചുറ്റിനും അവർ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ റൂഫിലൊക്കെ വന്നിട്ട് ഒരു ലൈറ്റ് പീച്ച് കളറിലുള്ള ഒരു വർക്കാണ് റൂഫിൽ അവർ ഫോൾ സീലിങ്ങിനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഒത്തിരി വാരി വലിച്ചിടാതെ ആവശ്യത്തിനുള്ള വർക്കുകൾ മാത്രമാണ്. അത് ലൈറ്റ് ഫിറ്റിങ്സിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും റൂഫിലുള്ള വർക്കുകളുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും അവർ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത് ആ ഒരു ഭാഗത്തായിട്ടാണ്. വിത്ത് മിററോട് കൂടിയിട്ട് നല്ല അട്രാക്റ്റീവായ രീതിയിലൊരു വൈറ്റ് ആൻഡ് വുഡ് കളറിലെ ഫിനിഷോട് കൂടിയിട്ടാണ് വാർഡ്രോബ് അവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമിനകത്തേക്ക് വരുന്ന സമയത്താണെങ്കിലും കളർ കോമ്പിനേഷനുകൾ ഒരു യെല്ലോ ആൻഡ് വൈറ്റ് കളറിലുള്ള ടൈലാണ് ഫ്ലോറിലും വോളിലും ഒക്കെ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ താഴത്തെ നിലയിലുള്ള 2 ബെഡ്റൂമുകൾ കണ്ടതിന് ശേഷം വീണ്ടും നമ്മൾ ഈ ഒരു ഡൈനിങ് ഏരിയയിലേക്ക് വന്നു. ഇവിടെ നിന്നാണ് കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. കിച്ചൻ്റെ എൻട്രൻസ് നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു. കിച്ചണകത്തേക്ക് വരുന്ന സമയത്ത് ഫ്ലോറിലുള്ള ടൈലിന് വന്നിട്ട് ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഒരു വുഡൻ ഫിനിഷോട് കൂടിയ ഗ്രിപ്പുള്ള ടൈലാണ് കിച്ചൻ്റെ ഫ്ലോറിൽ അവർ യൂസ് ചെയ്തിരിക്കുന്നത്. കബോർഡുകളൊക്കെ നമുക്ക് ആവശ്യത്തിന് അധികം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആഷ് കളറിലുള്ള കബോർഡുകളാണ് മുകളിലും താഴെയും കൊടുത്തിരിക്കുന്നത്. കിച്ചൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ വന്നിട്ട് വൈറ്റ് കളറിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഫാബറിൻ്റെ ഒരു ചിമ്മിണി കൂടി ഇവിടെ അവൈലബിൾ ആണ്. റൂഫിൽ വന്നിട്ടാണെങ്കിലും കിച്ചണിൻ്റെ ഒരു ചെറിയ സിമ്പിൾ ആയിട്ടുള്ള വർക്ക്, അതേസമയം അട്രാക്റ്റീവ് ആയൊരു വർക്കും കൂടിയാണ് അവർ കൊടുത്തിരിക്കുന്നത്. കിച്ചൻ്റെ ഒരു ഡോർ തുറന്ന് നമ്മൾ വരുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. ഒരു ചെറിയ വർക്ക് ഏരിയ സ്പേസ് ആണ്, എന്നാൽ കൂടി നമുക്ക് അവിടെ നല്ല സൗകര്യത്തോടു കൂടി തന്നെയാണ് ഒരു അഡീഷണൽ ഒരു സ്ലാബും ഒരു കിച്ചൺ, ഒരു ചെറിയൊരു കിച്ചൺ ഫെസിലിറ്റി പോലെ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഒരു പൈപ്പ് വിത്ത് സിങ്ക് കണക്ഷൻ അവിടെ സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ അതിൻ്റെ താഴെയുള്ള ഭാഗങ്ങളെല്ലാം തന്നെ കബോർഡുകളായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. വർക്ക് ഏരിയ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ട് തന്നെയാണ് ഫുള്ളായിട്ട് അവർ ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് കയറി വരുന്ന സമയത്ത് സ്റ്റെപ്പുകളെല്ലാം തന്നെ ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഫുള്ളായിട്ട് കവർ ചെയ്തിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബാറുകൾ കൊണ്ടാണ്. നേരെ വരുന്ന സമയത്ത് നമുക്ക് മുകൾ വശത്ത് ഏകദേശം സ്റ്റെപ്പ് കയറി വരുമ്പോൾ തുടങ്ങി നമുക്ക് കാണാം റൂഫിലൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു പീച്ച് കളറിലുള്ള പെയിൻറ്റും ഒരു വൈറ്റ് കളറും കൂടെ മിക്സ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. LED സ്ട്രിപ്സൊക്കെ അതിനിടയിൽ ഇട്ടിട്ട് വളരെ ഭംഗിയായ രീതിയിൽ തന്നെയാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. നേരെ നമ്മൾ കയറി വരുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു വലിയ ഹാളാണ് ഇവിടെ കാണുന്നത്. അവിടെ നിന്നും ധാരാളം ഓപ്പണിങ്സ് നമുക്ക് കാണാം. യൂട്ടിലിറ്റി സ്പേസ് ആയിട്ടും ബെഡ്റൂമുകളൊക്കെ ആയിട്ട് ഒരുപാട് ഓപ്പണിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ വരുന്ന സമയത്ത് ഇത്രയും ഭാഗത്തൊരു ഹാളുണ്ട്. അതുകൂടാതെ ഇവിടേക്കും ഒരു ഹാള് വരുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് ഈ ഒരു ഹാള് തന്നെ പരിചയപ്പെട്ടിട്ട് ഓരോ റൂമുകളിലേക്ക് നമുക്ക് തിരിയാം. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെയാണ് അവർ അപ്പർ ഗസ്റ്റ് ലിവിങ് ഏരിയ ആയിട്ട് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ മുകളിലത്തെ നിലയിൽ TV വെക്കാനുള്ള ഒരു സ്പേസ് ആ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. താഴത്തെ പോലെ തന്നെ വളരെ ഭംഗിയുള്ളൊരു വാൾപേപ്പറാണ് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ TV യൂണിറ്റിരിക്കാനായിട്ട് വുഡ് കൊണ്ട് നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് കൊടുത്തിരിക്കുന്നത്. താഴെയുള്ള ഭാഗങ്ങളൊക്കെ തന്നെ ഷെൽഫുകളായിട്ട് കൺവേർട്ട് ചെയ്ത് ഡോറുകൾ വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു TV യൂണിറ്റിന് ഇരിക്കുന്ന ആ ഒരു മുകൾ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം നല്ല രീതിയിൽ തന്നെ വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് റൂഫ് അവർ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്താണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 10 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ടോട്ടൽ നോക്കുവാണെങ്കിൽ ഈ ഒരു വീട്ടിൽ ഒരുപാട് ഗസ്റ്റുകൾ വന്നാൽ അവരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ധാരാളമായിട്ട് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ഇവിടേക്കാണെന്നുണ്ടെങ്കിലും നമുക്ക് വിൻഡോസ് വന്നിട്ടൊക്കെ ധാരാളം എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് ഏകദേശം 6ഓളം വിൻഡോകളാണ് 2 സൈഡിലുമായിട്ട് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ
നിൽക്കുമ്പോൾ തന്നെ ഈ ഒരു സ്പേസ് കാണാം. നല്ല രീതിയിൽ തന്നെ ഒരു സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു വീടിൻ്റെ ഹാള് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഗസ്റ്റ് ലിവിങ് അപ്പർ ലിവിങ് ഏരിയയിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു ഡോറ് കാണാം. ഈ ഡോറ് തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ബാൽക്കണി സ്പേസിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണിയാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ട് ടഫിൻ്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് അവർ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഏരിയ കവർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു തിരക്കുള്ള ഒരു ലൈഫിലൊക്കെ എന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ കുട്ടികളാണെങ്കിലും പാരൻസ് ആണെങ്കിലും ഒക്കെ ഒറ്റയ്ക്കാക്കിയിട്ടൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് നൈബേഴ്സ് വളരെയധികം അത്യാവശ്യമാണ്. അവിടെയാണ് നമുക്ക് ഇതുപോലുള്ള വില്ല പ്രൊജക്റ്റുകളുടെ ഹെൽപ്പ് വേണ്ടി വരുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഭംഗിയുള്ള വീടുകൾ, അപ്പോൾ അത് ഈ കാണിക്കുന്ന ഒരു വില്ല മാത്രമല്ല, എവിടെയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിലും അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാർബിൾ ഹോംസിനെ കോൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ വീട്ടിലെ ബാൽക്കണി അങ്ങനെ കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഹാളിലേക്ക് വരുന്ന സമയത്ത് ഈ ഭാഗത്തായിട്ട് നമുക്ക് ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലുള്ള ഒരു ബെഡ്റൂം വരുന്നുണ്ട്. ഡോർ തുറന്ന് നമ്മൾ വരുന്ന സമയത്ത് ഇവിടുത്തെ ബെഡ്റൂമുകളെല്ലാം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിലേക്ക് കടന്നു കഴിയുമ്പോൾ നമുക്ക് വിൻഡോസ് കാണാം. എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെയാണ് രണ്ട് സൈഡിലും വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിലും റൂഫിൽ വന്നിട്ട് ചെറിയൊരു കളർ കോമ്പിനേഷനോട് കൂടി നല്ല ഭംഗിയായിട്ടുള്ളൊരു വർക്കാണ് റൂഫിലും കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബ് വന്നിട്ട് ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ട്, എങ്കിലും നല്ല ഭംഗിയായൊരു വാർഡ്രോബാണ് അവർ ഈ ഒരു ഭാഗത്തായിട്ട് വിത്ത് മിറർ ഫെസിലിറ്റിയോട് കൂടി കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇവിടുത്തെ ടൈലുകളുടെ കോമ്പിനേഷൻ വന്നിട്ട് ഒരു ലൈറ്റ് യെല്ലോ ആൻഡ് വൈറ്റ് കളറിലുള്ള കോമ്പിനേഷനിലാണ് ടൈലുകൾ വരുന്നത്. മുകളിലത്തെ നിലയിലും 2 ബെഡ്റൂം, താഴത്തെ നിലയിലും 2 ബെഡ്റൂം, ടോട്ടൽ 4 BHK ഹൗസാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫൈനൽ ആൻഡ് 4th ബെഡ്റൂമാണ് നമ്മളിനി കാണാൻ പോകുന്നത്. മറ്റുള്ള ബെഡ്റൂമുകളെ പോലെ തന്നെ നല്ല വലുപ്പത്തിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും അവർ ചെയ്തിരിക്കുന്നത്. ധാരാളം വിൻഡോസാണ് ഇതിന് ചുറ്റിനുമായിട്ട് അവർ കൊടുത്തിരിക്കുന്നത്. മുകളിലൊക്കെ വന്നിട്ടാണെങ്കിലും നേരത്തെ കണ്ട ബെഡ്റൂമുകളുടെ പോലെ ആവശ്യത്തിനുള്ള വർക്കുകളൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം തന്നെ അവർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനോട് അറ്റാച്ച് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള ഒരു കബോർഡും ഫെസിലിറ്റി കൂടി അവരവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം വന്നിട്ടാണെങ്കിലും വൈറ്റ് ആൻഡ് ഗ്രേ കളറിലുള്ള കളർ കോമ്പിനേഷനോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകളിലും താഴെയും കൂടെ ടോട്ടൽ 4 ബെഡ്റൂമുകൾ നമ്മൾ അങ്ങനെ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ ഒരു വീടിന് നമുക്ക് കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് ആണ്. നമ്മൾ ആ സ്റ്റെപ്പ് കയറി വരുന്ന ഭാഗത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ, നേരെ കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെയായിട്ടാണ് യൂട്ടിലിറ്റി സ്പേസ് അവർ കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് നമ്മൾ സാധാരണ പറയുന്നത് പോലെ ജസ്റ്റ് ഒന്നിങ്ങനെ കവർ ചെയ്ത് പോയിരിക്കുന്നതല്ല, ഒരു റൂമായിട്ട് തന്നെയാണ് അവരിത് ചെയ്തിരിക്കുന്നത്. നമുക്ക് സെർവൻ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബെഡ് ഇട്ട് കൊടുത്താൽ അവർക്ക് കൂടി യൂസ് ചെയ്യാവുന്ന രീതിയിൽ നല്ല അടച്ചുറപ്പോട് കൂടി തന്നെയാണ് ഈ ഒരു യൂട്ടിലിറ്റി സ്പേസ് അവർ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഇവിടെ ഒരു വാഷ് ബേസിൻ ഫെസിലിറ്റി കൂടി അവർ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ എല്ലാ ഭാഗവും കവർ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് മാത്രമാണ് ചെറിയൊരു ഓപ്പണിംഗ് വരുന്നത്. ഇനിയിപ്പോൾ നമുക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ ക്ലോസ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇതൊരു റൂമായി. ഇവിടെ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു വർക്ക് ഏരിയ സ്പേസിൻ്റെ ഡോറ് നമുക്ക് കാണാം. ഈ ഒരു ഡോറ് തുറന്നിട്ട് യൂട്ടിലിറ്റി ഡോർ തുറന്ന് നമ്മൾ വരുന്നത് മുകളിലേക്ക് പോകാനുള്ള ആ ഒരു സ്റ്റെപ്പിൻ്റെ ഭാഗത്താണ്. സാധാരണ കാണുന്നത് പോലുള്ള സ്റ്റെപ്പല്ല, നോർമലി ആ ഒരു വാർത്തിട്ട് തന്നെയാണ് ഈ ഒരു സ്റ്റെപ്പ് അവർ സേഫായ രീതിയിലുള്ള സ്റ്റെപ്പാണ് മുകളിലേക്ക് പോകാനായിട്ട് കൊടുത്തിരിക്കുന്നത്. മുകളിലേക്ക് കയറി പോകുന്ന സ്റ്റെപ്പിലൊക്കെ ആ ഭാഗത്തൊക്കെ വെയിൽ കൊള്ളാതെയും മഴ കൊള്ളാതെയും ഒക്കെ നല്ല രീതിയിൽ കവർ ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിൻ്റെ സറൗണ്ടിങ് ഏരിയകളാണെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ കാണാം നല്ല ഗ്രീനിഷ് കളറിലുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഈ വീട് കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി ഈ വീടിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ കണ്ട ഈ ഒരു വീടെന്ന് പറയുന്നത് അതിൻ്റെ ലാൻഡ് വരുന്നത് 4.25 സെൻറ്റാണ് ലാൻഡ് വരുന്നത്. ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത് 2100 സ്ക്വയർ ഫീറ്റ് ആണ്. ഇതൊരു 4 BHK വീടാണ്. അത്യാവശ്യം ഒരു വലിയ വാഹനത്തിനും പാർക്ക് ചെയ്യാം, ഒരു ചെറിയ കാറും പാർക്ക് ചെയ്യാം. ടോട്ടൽ 2 വെഹിക്കിളുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് ഈ ഒരു വീട്ടിൽ ഉള്ളത്. ഇതിനുദ്ദേശിക്കുന്ന റേറ്റ് 72 lakhs ആണ്. അത് ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്.
അപ്പോൾ നമ്മൾ ഈ പരിചയപ്പെട്ട വീടിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 72 lakhs ആണ്. അതുകൂടാതെ ഈ ഒരു വീട് കൂടാതെ ഏകദേശം 3ഓളം വില്ലകളാണ് ഇവിടെ ഇനിയും സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. ഇപ്പം ഇതിൻ്റെ തന്നെ തൊട്ടടുത്ത് വരുന്ന ഒരു വില്ലയുണ്ട്. അതിനാണെന്നുണ്ടെങ്കിൽ ലാൻഡ് വരുന്നത് 4 സെൻറ്റ് ആണ്. അതിന് സ്ക്വയർ ഫീറ്റ് വരുന്നത് 1750 ആണ്. അതും ഒരു 4 BHK ആണ്. അതിന് 65 lakhs ആണ് റേറ്റ് ഉദ്ദേശിക്കുന്നത്. ഇതൊന്നും കൂടാതെ വേറെ ഞാൻ ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിച്ചിരുന്നു, ഈ വില്ലകൾ വരുന്നതിന് എൻഡിങ്ങിലായിട്ട് വേറെ രണ്ട് വില്ലകൾ കൂടി വരുന്നുണ്ട്. അതും ഏകദേശം 2000ഓളം സ്ക്വയർ ഫീറ്റ് 4 സെൻറ്റിൽ വരുന്നുണ്ട്. അതാണെങ്കിലും 4 ബെഡ്റൂമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനും റേറ്റ് വരുന്നത് 65 and 67 lakhs ആണ്. ഈ പറയുന്ന പ്രൈസുകളെല്ലാം തന്നെ സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെട്ട വീട് ഉൾപ്പെടെ 4ഓളം വില്ലകളാണ് ഇവിടെ സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. പ്രൈസ് റേഞ്ച് വരുന്നത് 65, 67, 72 and 75 lakhs ആണ്. സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം 12.5 kilometers ആണ് വരുന്നത്. അത്യാവശ്യം നല്ല വീതിയുള്ള റോഡാണ് വില്ലകളുടെ അകത്തൂടെ കടന്നു പോകുന്നത്. ഒരുപാട് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സാണ് ബാക്കിയുള്ള വില്ലകളിലൊക്കെ താമസിക്കുന്നത്. അപ്പോൾ ഈ വിലകൾ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഇതൊന്ന് കാണണം, ഇത് വാങ്ങിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാർബിൾ ഹോംസിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ അറിയാം. പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എല്ലാവരും കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോകളിലൂടെയും എൻ്റെ ഒരു റിക്വസ്റ്റായിട്ട് നിങ്ങളോട് പറയുന്നത്, ഇത്രയും നല്ല വീഡിയോസൊക്കെ ഞാൻ കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു സബ്സ്ക്രിപ്ഷനിലൂടെ എനിക്കത് തീർച്ചയായിട്ടും തിരിച്ചു തരുമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മൾ മാർബിൾ ഹോംസിലൂടെ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വില്ല മാത്രമല്ല നമ്മളുടെ കയ്യിലുള്ളത്. നിങ്ങൾക്ക് ഏത് ഏരിയയിൽ വേണമെങ്കിലും എറണാകുളത്ത് നല്ല ഭംഗിയുള്ള വീടുകൾ നിങ്ങളുടെ ബഡ്ജറ്റിൽ എടുത്തു തരാനായിട്ട് തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ കാണുന്ന നമ്പറുകളിൽ വിളിക്കുക. അതുപോലെ തന്നെ അടുത്ത ഒരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.